അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പവിത്രമായ ദുൽഹിജ്ജയും ബലിപെരുന്നാളും ആഗതമാവുകയാണ്. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയൊരു സുദീർഘമായ പ്രവർത്തനമാണ്, ഏറ്റവും നല്ലൊരു സൽക്കർമ്മമാണ് ഉളുഹിയ്യത്ത്. അതിനെക്കുറിച്ച് ഒരല്പം. ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കൗസറിൽ ഫസ്വലി റബ്ബിക വൻഹർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഉളുഹിയ്യത്തിനെ കുറിച്ചാണെന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. സൂറത്തുൽ ഹജ്ജ് 37-ാമത്തെ ആയത്തിലും സൂറത്തുൽ ഹജ്ജ് തന്നെ 34-ാമത്തെ ആയത്തിലും ഉളുഹിയ്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹുവും ഹാക്കിം റളിയല്ലാഹു അൻഹുവും ഉദ്ധരിക്കുന്ന ഹദീസിൽ അൻ ആയിഷത്ത റളിയല്ലാഹു അൻഹ ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അമില ഇബ്നു ആദമ യൗമൻ നഹരി മിൻ അമലിൻ അഹബ്ബ ഇലല്ലാഹി മിൻ ഇറാഖത്തി ദമി ഇന്നഹാ തഅതി യൗമൽ ഖിയാമത്തി ബിഖുറൂനിഹാ വളില്ലാഹിഹാ وإن الدم ليقع عن الله يوم القيامة بمكان قبل يكان الأرض فطيبوا بها نفسا എന്നൊരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. പെരുന്നാൾ ദിവസത്തിൽ, ബലിപെരുന്നാൾ ദിവസത്തിൽ മനുഷ്യൻ മുഅ്മിനീങ്ങൾ ചെയ്യുന്ന ഏറ്റവും മുന്തിയ അമൽ ഉളുഹിയ്യത്താണ്. അത് വലിയ പ്രതിഫലമാണ് എന്ന് സാരം. അതുപോലെ തന്നെ സ്വഹീഹ ഹദീസിൽ അള്ളിമു ലയഹാക്കും ഫഇന്നഹ അല സുറാത്തി മത്വായാക്കും, നിങ്ങളുടെ സുറാത്ത് പാലത്തിൽ വലിയ ഉപകാരം നൽകുന്ന വാഹനങ്ങളാകും ഉളുഹിയ്യത്തുകൾ. അതുകൊണ്ട് നല്ല മൃഗങ്ങളെ ഉളുഹിയ്യത്തറക്കുക എന്നുള്ള ഹദീസ് ഇമാം സയ്യിദ് ബക്രി തങ്ങൾ തന്റെ ഇയാനത്തു താലിബിലും ഉദ്ധരിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാകുന്നു ഉളുഹിയ്യത്ത്. മാ യുദ്ബഹു മിനൻ നഅമി തഖറുബൻ ഇലല്ലാഹി ഫി സമനിൽ ആതി യൗമൻ നഹരി ഔ അയ്യാമി തശ്രീഖ്. ദുൽഹിജ്ജ 10-ന്റെ ബലിപെരുന്നാൾ അഥവാ ബലിപെരുന്നാൾ ദിവസത്തിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത 3 ദിവസങ്ങളാകുന്ന അയ്യാമു തശ്രീഖിൽ പ്രത്യേക നിബന്ധനകളോടെ അള്ളാന്റെ പ്രീതിക്ക് വേണ്ടി അറുക്കപ്പെടുന്ന മൃഗം എന്നാണ് അതിന്റെ അർത്ഥം. ലഹിയ്യത്ത്, അൽഹാത്ത്, ഉളുഹിയ്യത്ത് എന്നൊക്കെ പേര് പറയാം. ലുഹയോടുകൂടെയാണ് ടൈമിന്റെ ആരംഭം എന്നുള്ള നിലക്കാണ് ഇങ്ങനെ പേര് കിട്ടിയത് എന്ന് ബഹുമാനപ്പെട്ട തുഹഫ 9-ാം വാല്യം 400-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫയുടെ 2 സ്വാഹിബീങ്ങൾ, ഇവരുടെയൊക്കെ പക്ഷം മുഅക്കദായ സുന്നത്താണ് ഉളുഹിയ്യത്ത് എന്നാണ്. പക്ഷെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു വാജിബാണ് എന്ന അഭിപ്രായമാണെന്ന് മിർഖാത്തുൽ മഫാത്തി 2-ാം വാല്യം 260-260-ാം പേജിലുണ്ട്. ഏതായാലും കിതാബ് കൊണ്ടും സുന്നത്ത് കൊണ്ടും ഇജ്മാഅ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് ഉളുഹിയ്യത്ത് എന്ന് തുഹഫ 9-ാം വാല്യം 400-ാമത്തെ പേജിൽ കാണാം. ഷാഫി മദ്ഹബിൽ മുഅക്കദായ സുന്നത്താണ്. മുഅക്കദായ സുന്നത്ത് ശക്തമായ സുന്നത്ത്. ഒരു വീട്ടിൽ ഒന്നിലേറെ അംഗങ്ങളുണ്ടെങ്കിൽ അത് സുന്നത്ത് കിഫായയാണ്. ഒരാള് ചെയ്താൽ തന്നെ ബാക്കിയുള്ളവരിൽ നിന്ന് ത്വലബ് വീടും എന്നാണ് ഇതിന്റെ അർത്ഥമെന്ന് തുഹഫ 9-ാം വാല്യം 402-ാം പേജിലുണ്ട്. ചെയ്തവർക്ക് മാത്രമേ ചെയ്തതിന്റെ കൂലി കിട്ടൂ. ഏതെങ്കിലും ഒരാൾ ചെയ്താൽ തന്നെ മറ്റുള്ളവരോട് ത്വലബ് നഷ്ടപ്പെട്ടു എന്നർത്ഥം. ഏതായാലും നിർബന്ധമാണെന്നുള്ള അഭിപ്രായമുള്ളത് കൊണ്ട് ഇത് ഒഴിവാക്കൽ കറാഹത്താണ്. സാധാരണ സുന്നത്ത് ധർമ്മങ്ങളെക്കാളും ഉത്തമമാണ് ഉളുഹിയ്യത്ത് എന്നുള്ള സുന്നത്ത് എന്ന് തുഹഫ 9-401 കാണാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖിൽ ഇത് നിർബന്ധമായിരുന്നു എന്നാണ് ഷെർവാനി 9-400 ഉദ്ധരിച്ചത്. ഷറാൽ മുസ്ലിമിൽ പറയുന്നു, കൂലിയിൽ മറ്റൊരാളെ കൂറ് കൂട്ടിക്കൊണ്ട് അവനവനെ സ്വന്തമായിട്ടാണ് അറുക്കുന്നതെങ്കിലും ഇതിന്റെ പ്രതിഫലം ഇവർക്കൊക്കെ കിട്ടട്ടെ എന്ന് നിയ്യത്ത് വെച്ചാൽ അവർക്കും കൂടി അതിന്റെ പ്രതിഫലം കിട്ടുമെന്ന് ബഹുമാനപ്പെട്ട ഷെർവാനി 9-402 ബിഗിയ 422 കാണാം. ഇത് സവാബിലുള്ള പ്രതിഫലത്തിലുള്ള കൂറാക്കലാണ്, അല്ലാതെ പലരും കൂടി കൂറായി ചെയ്യുക എന്നുള്ളത് അത് രണ്ടും രണ്ടാണ്. തുഹഫ 9-427. ഏതായാലും മുഅക്കദായ സുന്നത്തിൽ ഈ ഖാദിരിൻ അറുക്കാൻ കഴിവുള്ളവന്റെ മുഅക്കദായ സുന്നത്താണ്. പിതാവിനോ വലിയുപ്പാക്കോ ഒക്കെ സ്വന്തം ചെറിയ കുട്ടികളെ തൊട്ട് ഉളുഹിയ്യത്ത് അറുക്കുക അവരുടെ സമ്മതമില്ലെങ്കിലും അത് കുട്ടിയുടെ മുതലെടുക്കാൻ പാടില്ല. അവനവന്റെ മുതലിൽ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി അറുക്കാമെന്ന് തുഹഫ 9-400 കാണാം. ഏതായാലും ഇതിനു വേണ്ടി അറുക്കുന്ന മൃഗങ്ങൾ എല്ലാവും പറ്റൂല. ഒന്നിരിക്കൽ 5 വയസ്സായ ഒട്ടകമാകണം, അല്ലെങ്കിൽ 2 വയസ്സ് തികഞ്ഞ ബക്കറത്ത് മാട് ആവണം. മാട് എന്നുള്ളതിൽ കാള, പശു, പോത്ത്, എരുമ, മൂരി എല്ലാം പെട്ടു. അല്ലെങ്കിൽ 1 വയസ്സുള്ള നെയ്യാട്, അല്ലെങ്കിൽ 2 വയസ്സുള്ള മഅസ് കോലാട്. നമ്മുടെ കേരളത്തിലൊക്കെയുള്ള ആട് കോലാട് എന്ന വിഭാഗമായകയാൽ നമ്മുടെ ഇവിടുത്തെ മാടുകളെയും ആടുകളെയും അറുക്കാൻ 2 വയസ്സ് തന്നെ പൂർത്തിയാകണം. തുഹഫ 9-ാം വാല്യം 405-ാമത്തെ പേജ് നോക്കുക. കാട്ടാട്, കാട്ടുപോത്ത്,
കാട്ടുകാള ഇവയൊന്നും ഉളുഹിയത്തിന് പറ്റില്ല. നാട്ടിൽ വളരുന്ന മൃഗങ്ങളെ മാത്രമേ പറ്റൂ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നത് ഇന്നഹു യക്ഫിഫുൽ ഉളുഹിയത്തി ഇറാഖത്തു ദമി വലൗ മിൻ ദജാജ. കോഴിയാണെങ്കിൽ പോലും തിന്നാൻ പറ്റുന്ന ഒരു ജീവിയ അറുക്കൽ മാത്രമേ ആവശ്യമുള്ളൂ, എന്നാൽ തന്നെ ഉളുഹിയത്തിന്റെ അസ്ലു സുന്നത്ത് കിട്ടുമെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ബിഗിയത്തുൽ മുസ്തർഷിദീൻ പേജ് 251 അവർക്ക് മറ്റു വല്ല ഷർത്തുകളോ ഫർളുകളോ നിബന്ധനകളോ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അത് അങ്ങനെ തന്നെ തഖ്ലീദ് ചെയ്ത് നമുക്ക് പറ്റില്ല. ഏതായാലും പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ നാട്ടിലുള്ള മാടുകളും ആടുകളും ഒക്കെ 2 വയസ്സ് തന്നെ പൂർത്തിയാകണം. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആണിനെയും മറുക്കാം, പെണ്ണിനെയും മറുക്കാം, ഒടച്ച ആണിനെയും മറുക്കാം എന്നൊക്കെ തുഴഫ 9406 പൊതുവെ ആണാകുന്നു നല്ലത്. ആടായാലും മൂരിയായാലും അതുപോലെ തന്നെ പോത്തായാലും ആണാകുന്നു നല്ലത്. പക്ഷേ തീരെ പ്രസവിച്ചിട്ടില്ലാത്ത മച്ചിയായ പെണ്ണുമൃഗത്തെ അറുക്കലാണ്. കൂറ്റം കയറിയത് കാരണം, നല്ലവണ്ണം കൂറ്റം കയറൽ വർദ്ധിച്ച കാരണം വളരെയേറെ മാംസം ചുരുങ്ങിപ്പോയ ആണിനേക്കാളും നല്ലത് എന്ന് ബഹുമാനപ്പെട്ട തുഴഫ ഉദ്ധരിക്കുന്നുണ്ട്. ഒരാൾക്ക് ഏറ്റവും നല്ലത് ഒരാൾക്ക് തന്നെ 7 ആട് അറുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയാണ്. അല്ലെങ്കിൽ ഒരു ഒട്ടകം, ഒരാൾക്ക് സ്വന്തമായി 7 ആട് അറുക്കാം. അല്ലെങ്കിൽ ഒരു ഒട്ടകം ഒരാൾക്ക്. 3-ാം സ്ഥാനം ഒരു പശുവിനെ അറുക്കുക, അതായത് മാട്. 4-ാം സ്ഥാനം ഒരു നെയ്യാട്. 5-ാം സ്ഥാനം ഒരു കോലാട്. പിന്നെ 7 ആട് അറുക്കലാണ് ഒരു ഒട്ടകത്തെ അറുക്കുന്നതിനേക്കാൾ നല്ലത്. അതുപോലെ തന്നെ ഇനി മാടിലോ ഒട്ടകത്തിലോ 7 ആൾ വരെ കൂറാവാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൂറാവുന്നതിലും നല്ലത് ഒരാൾക്ക് ഒരു ആട് സ്വന്തമായി അറുക്കാൻ കഴിയുമെങ്കിൽ അതാണെന്ന് തുഹഫ വാള്യം 9 408 പേജിൽ കാണുന്നുണ്ട്. മൃഗങ്ങളിൽ ഏറ്റവും നല്ലത്, നിറവും നല്ലവണ്ണം ശ്രദ്ധിക്കണം, വെള്ള നിറമാണ് മൃഗത്തിന് ഏറ്റവും നല്ലത്. 2-ാം സ്ഥാനം മഞ്ഞക്കും, 3-ാം സ്ഥാനം മങ്ങിയ വെളുപ്പിനും, 4-ാം സ്ഥാനം നീലയോടടുത്ത കളറിനും, 5-ാം സ്ഥാനം ചുവപ്പിനും, 6-ാം സ്ഥാനം വെള്ളയും ചുവപ്പും കലർന്നതിനും, 7-ാം സ്ഥാനം വെളുപ്പും കറുപ്പും കലർന്നതിനും, 8-ാം സ്ഥാനം കറുത്തതിനുമാണ് എന്ന് തുഴഫ 9-ാം വാള്യം 408 പേജിൽ കാണുന്നുണ്ട്. പൊതുവെ ഏറ്റവും നല്ലത് നിറത്തെക്കാളും സ്ഥാനം കൊടുക്കേണ്ടത് നല്ല തടിച്ചതിനാണ്. എണ്ണത്തെക്കാളും വലിയതും വണ്ണമാണെന്നർത്ഥം. അതായത് ഏറ്റവും പരിപൂർണം അൽ അസ്മനു, ഇവയിൽ നിന്ന് ഏറ്റവും തടിച്ചതാണ്. അപ്പൊ 2 മെലിഞ്ഞത് അറുക്കുന്നതിനേക്കാളും തടിച്ച 1 അറുക്കലാണ് നല്ലത്. തുഴഫ 9-ാം വാള്യം 477. അത് മോശപ്പെട്ട നിറമാണെങ്കിൽ പോലും അല്ലെങ്കിൽ ആണാണെങ്കിൽ പോലും അതിലേറെ തടിച്ചതേതോ പെണ്ണായാലും അറുക്കലാകുന്നു നല്ലത്. തുഴഫ 9 407. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ മൃഗങ്ങളിൽ തീരെ പറ്റാത്തതുണ്ട്. മാംസം ചീത്തയാവുകയോ മാംസം ചുരുങ്ങുകയോ ഭക്ഷിക്കുന്നവർക്ക് വെറുപ്പുണ്ടാവുകയോ ചെയ്യുന്ന അയബുകളൊന്നും പാടില്ല. അജിഫാർ എന്ന് തീരെ മെലിഞ്ഞ് മജ്ജ പോലും പോയി തൃക്കളാമ്പിയായി വലഞ്ഞൊട്ടിയത് പറ്റൂല. മജ്നൂനത്ത്, ഭക്ഷണം കഴിക്കൽ തന്നെ കുറഞ്ഞു പോകും വിധം, ഭക്ഷണം തിന്നാൻ പോലും മടി കാണിക്കുന്ന വിധം ഭ്രാന്ത് സ്വഭാവമുള്ള മജ്നൂനത്തായ മൃഗത്തെ പറ്റൂല. ബുജൈരിന് 4-ാം വാള്യം 282 വിവരിക്കുന്നുണ്ട്. അകിടോ നാക്കോ ചന്തിയോ ചെവിയോ വാലോ ഇവ ഏതെങ്കിലും ഒന്ന് മുറിഞ്ഞ് വേർപെട്ട് പോയ മൃഗങ്ങളെ അറുക്കാൻ പറ്റൂല. വ്യക്തമായ മുടന്തുള്ള റാത്തു അറജിൻ ബയ്യിന് പറ്റില്ല. കണ്ണ് വ്യക്തമായും മങ്ങലുള്ള റാത്തു അവരിൻ ബയ്യിന് പറ്റില്ല. ഒരു കണ്ണിനായാലും ഇത് പറ്റില്ല. വ്യക്തമായ രോഗം കാരണം തടി മെലിഞ്ഞുപോയ റാത്തു മറലിൻ ബയ്യിന് പറ്റില്ല. ചൊറിയുള്ളത്, കുരുവുള്ളത് അഥവാ റാത്തു ജറബ് ഇതൊന്നും പറ്റില്ല. രോഗോ അന്ധതയോ മുടന്തോ കുറച്ച് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ചൊറികളോ മുറികളോ അതുപോലെ കുരുകളോ അല്പമാണെങ്കിലും പാടില്ല എന്ന് തുഴഫ 9 411 കാണാം. ചെറിയ രോഗമാണ്, ചെറിയ അന്ധതയാണ്, ചെറിയ മുടന്താണ്, എന്നാൽ കുഴപ്പമില്ല. പക്ഷെ ചൊറിയോ മുറിയോ കുരുകളോ ഒക്കെ ആണെങ്കിൽ കുറച്ചായാലും പാടില്ല എന്ന് തുഴഫ ഉദ്ധരിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, ചെടി മുറിഞ്ഞു പോയതാണ് പറ്റാത്തത്.
ചെവി തീരെ ഇല്ലാത്തതും പറ്റില്ല, തീരെ ചെവിയില്ല അതും പറ്റില്ല. തുഴഫ 9410. ചന്തിയും അകിടും വാലും തീരെ ഇല്ലാത്ത മൃഗമാണെങ്കിൽ പറ്റും എന്നാണ് തുഴഫ 4410. ചെവി കുഴഞ്ഞു പോയതാണ് എന്നാലും പറ്റില്ല. വ്യക്തമായ മുടന്തുള്ളതും പറ്റില്ല. അതാത്തു അർജിബജിന് മേൽ പറഞ്ഞല്ലോ, അത് അറക്കാൻ കിടത്തിയപ്പോഴാണ് കാലിന് എന്തോ മുടന്ത് വന്നത് എന്നാൽ വരെ പറ്റില്ല എന്ന് തുഴഫ 9410 കാണാം. മുടന്ത് പറ്റില്ലെങ്കിൽ പിന്നെ അവയവം തീരെ ഇല്ലാത്തതും അവയവങ്ങൾക്ക് പൊട്ട് പറ്റിയതും ഏതായാലും പറ്റൂല. ഫക്കസുറുൽ ഉളുവി വഫഖ്ദുഹു ഔലാ, ഒരിക്കലും പറ്റില്ല. തുഴഫ 9410 കാണാം. ഇനി ശ്രദ്ധിക്കുക, കൊമ്പ് തീരെ ഇല്ലാത്തത് പറ്റും. ഉള്ള കൊമ്പ് പൊട്ടിയതാണെങ്കിലും പറ്റും. പക്ഷെ കൊമ്പ് പൊട്ടിയത് കാരണം മാംസത്തിന് തന്നെ തകരാറ് പറ്റിയിട്ടുണ്ട് എന്നാൽ പറ്റില്ല. കൊമ്പുള്ളതാണ് പൊതുവെ പ്രധാനം. ഒരൽപ്പം പോലും വേർപെട്ട് പോകാത്ത വിധം ചെവിക്ക് കീറോ പൊട്ടലോ ദ്വാരമോ മാത്രമേ ഉള്ളൂ എങ്കിൽ അത് പറ്റും. തുഴഫ 9411. പക്ഷെ ഒരു കഷ്ണവും അതിൽ നിന്ന് പോകാൻ പാടില്ല, പോയാൽ ഒരിക്കലും പറ്റില്ല എന്ന് തുഴഫ 9410 പല്ല് നഷ്ടപ്പെട്ടത് ഒരിക്കലും പറ്റില്ല. ഗർഭിണിയായ മൃഗത്തെ ഉളുഹിയ്യത്തിന് പറ്റില്ല, അതിന്റെ മാംസം ചീത്തയായി പോകും. ഗർഭിണികളെ ഉളുഹിയ്യത്ത്, അതുപോലെ തന്നെയാണ് അഖീഖക്കും മിക്ക മസലകളും ഇതുപോലെയാണ്. ഗർഭിണിയായ മൃഗത്തെ ഒരിക്കലും ഉളുഹിയ്യത്ത് അറുക്കാൻ പറ്റില്ല. ചുരുക്കത്തിൽ ആണായാലും പെണ്ണായാലും ഉടച്ചതായാലും അയബില്ലാത്തതാവണം, എങ്കിൽ മാത്രമേ ഇവയൊക്കെ പറ്റൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരാട് ഒരാൾക്ക് മാത്രമേ പറ്റൂ, ആടിൽ ഒന്നിലേറെ ആളുകൾ കൂറാകരുത്. പക്ഷെ ഒട്ടകമോ മാടോ 7 വരെ ആളുകൾക്ക്, 2, 3, 4, 5, 6, 7 ആളുകൾക്ക് വരെ കൂറായി ഒരൊട്ടകത്തെയും ഒരു മാടിനെയും അറുക്കാം. ആട് ഒരാൾക്ക് മാത്രമേ പറ്റൂ. ബഹുമാനപ്പെട്ട അതിൽ ഇത്തിഫാക്കാണെന്ന് തുഴഫ 406 പേജിലുണ്ട്. അപ്പോൾ ഒട്ടകവും മാടും 2, 3, 4, 5, 6, 7 വരെ ആളുകൾ കൂറായി അറുക്കാം. 8 8ലധികം ആളുകളോ ഒരു മാടിൽ കൂറായി അറുത്താൽ ഒരാൾക്കും ഉളുഹിയ്യത്തിന്റെ കൂലി കിട്ടൂല. തുഴഫ 9406. അതുപോലെ തന്നെ 7ലേറെ പേർ ചേർന്ന് ഒരു മാടിനെ അറുത്താലും ഉളുഹിയ്യത്താകൂല. 14 ആള് ചേർന്നിട്ട് 2 പശുവിനെ വാങ്ങി അല്ലെങ്കിൽ 2 പോത്തിനെ വാങ്ങി എന്നിട്ട് കൂറായി അറുത്താലും അതും ഉളുഹിയ്യത്തായി പരിഗണിക്കപ്പെടില്ല. കാരണം ഓരോ മാടിലും ഒരാൾക്ക് 7 പകരം 14 മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് ഒരു മൃഗത്തെ 7 പേർക്ക് വേറെ തന്നെ വേർതിരിച്ച് മറ്റേ മൃഗത്തെ ബാക്കി 7 പേർക്ക് വേർതിരിച്ച് ഇങ്ങനെ വേർതിരിച്ച് അറുക്കേണ്ടതാണ്. ചില കമ്മിറ്റികളും മറ്റൊക്കെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദാഹരണമായിട്ട് 70,000 വെച്ചിട്ടൊരു 10 പോത്ത് വാങ്ങുകയാണ്. അങ്ങനെ കുറേ ആളുകളോട് 7,000 ഷെയർ അങ്ങനെ വാങ്ങിയിട്ട് എങ്ങനെ ഷെയർ വാങ്ങി ഒരു 10 പോത്ത് വാങ്ങി എല്ലാവരും 7,000 ഷെയർ എന്നിട്ട് ഒന്നായിട്ടാണ്ട് അറുത്തു, അത് പറ്റില്ല. ആ വാങ്ങിയതിലൊക്കെ 7 ആളുകളുടെ വിഹിതം വന്നാൽ പറ്റില്ല. 7 കുറയാത്തത് ഒരു മൃഗത്തിൽ ഉണ്ടാകണം എങ്കിലേ പറ്റൂ. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ 14 പേർ ചേർന്നിട്ട് 2 പോത്തിനെ കൂറായി വാങ്ങി അറുക്കുമ്പം ഓരോ പോത്തിലും 14 ഒരു അംശമാണ് ഒരാൾക്ക് ഉണ്ടാകുന്നത്. അത് പറ്റില്ല എന്ന് മാത്രം. ഇത് വളരെ വിശദീകരിക്കേണ്ടതാണ്, ഒറ്റ വാക്കിൽ ശ്രദ്ധിച്ചാൽ മതി. മറ്റൊരു കാര്യം, 7 വരെ ആളുകൾക്ക് ഒരു മാട്ടിൽ കൂറാകാമെന്ന് പറഞ്ഞു. വൈനിഖ്തലഫത്ത് അസ്ബാബുഹ, ഇവരുടെ കാരണം വേർതിരിഞ്ഞാലും വ്യത്യാസപ്പെട്ടാലും ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഉദാഹരണം 10,000 വെച്ച് 70,000-ന് 7 ആൾ കൂടിയിട്ട് ഒരു പോത്തിനെ വാങ്ങി. ഓരോരുത്തർക്കും 10,000 ആണ്, 7 ആള് 70,000-ന് പോത്തിനെ വാങ്ങി. എന്റെ ഉദ്ദേശം അതിൽ ഉളുഹിയ്യത്താണ്. എന്റെ അനുജന്റെ ഉദ്ദേശം അവന്റെ കുട്ടിക്ക് ഹഖീഖത്താണ്. വേറൊരാൾക്ക് അവന്റെ വീട്ടിൽ സൽക്കാരമാണ് ഉദ്ദേശം.
വേറൊരാൾക്ക് വേറെ എന്താണ് ഉദ്ദേശം, വ്യത്യസ്ത കാരണങ്ങളായാലും പറ്റും. വൈനറാദ ബഅദുഹു മുജറദ ലഹ്മിൻ, ചിലർക്ക് വീട്ടിൽ സൽക്കാരം ഉണ്ടാക്കൽ മാത്രമാണ് ഉദ്ദേശം എന്നാലും പറ്റും. ബുജൈരിനി 4-ാം വാള്യം 285-ാമത്തെ പേജ്, തുഹഫ 9-ാം വാള്യം 406. ഇതേ വിഷയം മുഗ്നിയിലും മറ്റുമൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ചില ആളുകൾക്ക് ഉദൂഹിയത്ത് ഉദ്ദേശം, ചില ആളുകൾക്ക് ഹദിയ ഉദ്ദേശം, ചില ആളുകൾക്ക് വീട്ടിൽ മാംസമുണ്ടാക്കൽ ഉദ്ദേശം, ഏതായാലും പറ്റും. ഇവിടെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഓരോ ആളുകൾക്കും പശുവിലും ഒട്ടകത്തിലും 7-ൽ കുറയാത്ത അംശം കൊണ്ട് ഉദൂഹിയത്തും അവന് തന്നെ മറ്റൊരംശം കൊണ്ട് അഖീഖത്തും അതൊക്കെ പറ്റും. ഉദാഹരണം, എനിക്ക് 5 മക്കളെ തൊട്ട് ഉദൂഹിയത്ത് ഇറക്കുകയാണ്, 5 മക്കളെ തൊട്ട് അഖീഖത്ത്. 5 മക്കളെ തൊട്ട് എനിക്ക് ഓരോ സുബഹ് കൊണ്ടും അഖീഖത്ത് ഉദ്ദേശിച്ചു, ഒന്നുകൊണ്ട് എനിക്ക് ഉദൂഹിയത്ത് ഉദ്ദേശിച്ചു, ഒരു 7-1 കൊണ്ട് എന്റെ ഭാര്യക്കും ഉദ്ദേശിച്ചു. ഇത് പറ്റും. നല്ലവണ്ണം ശ്രദ്ധിക്കുക. ഞാൻ ഈ വർഷം ഒരു പോത്തിനെ അറുക്കുകയാണ്. അതിൽ 7-1 എന്റെ ഉദൂഹിയത്ത്, 7-1 എന്റെ ഭാര്യയുടെ ഉദൂഹിയത്ത്, ബാക്കി 5 7-1 എന്റെ 5 മക്കളെ തൊട്ട് അഖീഖത്ത്. ഇങ്ങനെയെല്ലാം അറുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരാൾക്ക് എത്ര മൃഗങ്ങളെ വേണമെങ്കിലും ഉദൂഹിയത്ത് അറുക്കാം. 5-6 ആടുകളെ വേണമെങ്കിൽ അറുക്കാം. 7 വരെ ആടുകൾ സുന്നത്താണല്ലോ. 10-20 ആടുകളെ അറുക്കാം, 10-20 മാടുകളെ അറുക്കാം. ഉദൂഹിയത്ത് ഒരാൾക്ക് എത്രയും അറുക്കാം. ഇത്ര എന്നൊരു കണക്ക് ഇല്ലേ ഇല്ല. ഉലൂഹിയത്ത് അറുക്കാൻ സമയം പ്രധാനമാണ്. എപ്പോഴാണ് അതിന്റെ സമയം? ദുൽഹിജ്ജ 10 അഥവാ ബലി പെരുന്നാൾ സുദിനത്തിലെ സൂര്യോദയ ശേഷം ചുരുങ്ങിയ നിലക്ക് ഫർള് മാത്രം എടുത്തുകൊണ്ട് 2 റിക്അത്ത് സുന്നത്ത് നിസ്കരിക്കുവാനും ചുരുങ്ങിയ 2 ഖുതുബ നിർവഹിക്കുവാനുമുള്ള ടൈം കഴിഞ്ഞാൽ ഉലൂഹിയത്ത് അറബ് തുടങ്ങാനുള്ള സമയം ആയി. പക്ഷെ ഏറ്റവും അഫ്ളല് സൂര്യോദയം കഴിഞ്ഞ് അതൊരൽപ്പം ഉയർന്നതിന്റെ ശേഷം 2 റക്അത്ത് നിസ്കരിക്കാനും 2 ഖുതുബക്കുമുള്ള ടൈം കഴിഞ്ഞതിന്റെ ശേഷമാകലാകുന്നു. ഇതിന്റെ മുമ്പ് അറുത്താൽ, അത് ഈ ടൈം ആകുന്നതിന്റെ മുമ്പ് അറുത്താൽ ഉലൂഹിയത്ത് ആകുന്നതല്ല. പൊതുവെ രാത്രി അറുക്കൽ പ്രത്യേക ആവശ്യങ്ങളൊന്നുമില്ലെങ്കിൽ കറാഹത്താകുന്നു. പകല് ആകുന്നു അറുക്കാൻ ഏറ്റവും നല്ലത്. ഉലൂഹിയത്തിന്റെ സമയം അയ്യാമുത്ത് തശ്രീഖ് അഥവാ 13-ന്റെ മഗ്രിബ് വരെ ഉറൂബ് വരെ നിലനിൽക്കുന്നതാണ്. അപ്പം 4 ദിവസമുണ്ട്. തുടക്കത്തിന്റെ സമയം പറഞ്ഞല്ലോ, അവസാനം ദുൽഹിജ്ജ 13-ന്റെ സൂര്യാസ്തമയം വരെ ഇതിന്റെ ടൈം നിലനിൽക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ഇമാം അബൂ സലമത്ത് ബിൻ അബ്ദുറഹ്മാൻ, ഇമാം സുലൈമാൻ ബിൻ യസാർ എന്നിവരൊക്കെ ദുൽഹിജ്ജ 13-ന്റെ മഗ്രിബ് വരെയല്ല, ദുൽഹിജ്ജ മാസം കഴിയും വരെ ഉലൂഹിയത്തിന്റെ ടൈമുണ്ട് എന്ന് പറഞ്ഞവരാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഖാസിം തങ്ങൾ ഇത് ഉദ്ധരിക്കുന്നുണ്ട്. ഫിഖ്ഹിന്റെ ജമൽ 5-ാം വാള്യം 256-ാമത്തെ പേജിലും ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. എല്ലാ ഇബാദത്തുകളിലും എന്ന പോലെ നിയ്യത്ത് ഉലൂഹിയത്തിലും നിർബന്ധമാണ്. ഒന്നുകിൽ മൃഗത്തെ അറുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അറുക്കാൻ ഒരാളെ ഏൽപ്പിക്കുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ മൃഗത്തെ ഉലൂഹിയത്തിന് വേണ്ടി നീക്കി വെക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ എവിടെയും നിയ്യത്ത് വെക്കാം. സുന്നത്തായ എന്റെ ഉലൂഹിയത്ത് ഞാൻ അറുക്കുന്നു എന്നാകുന്നു നിയ്യത്ത് വെക്കേണ്ടത്. ഈ ആനത്ത് 2331-ാമത്തെ പേജിൽ ഇത് വ്യക്തമായി കാണാം. ഉലൂഹിയത്തിന്റെ അടിസ്ഥാന നിയമം സുന്നത്ത് മുഅക്കദയാണ്. 1-ലേറെ പേർ ഒരു വീട്ടിലുണ്ടാകുമ്പോൾ അവിടെ സുന്നത്ത് കിഫായത്താണ്, അല്ലെങ്കിൽ അത് സുന്നത്ത് ഐനാണ് എന്നൊക്കെ പറഞ്ഞു. നേർച്ച കൊണ്ട് ഉലൂഹിയത്ത് നിർബന്ധമാകും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില മസലകൾ ഞാൻ ഉണർത്തുന്നു. ഒരു മൃഗത്തെ ഒരാൾ നോക്കിയിട്ട് ഈ മൃഗത്തെ ഞാൻ ഉലൂഹിയത്തായിട്ട് നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അത് നേർച്ചയാകും. അല്ലെങ്കിൽ ജഅൽതുഹാ ഉലൂഹിയത്തൻ, ഇതിനെ ഞാൻ ഉലൂഹിയത്താക്കി. അല്ലെങ്കിൽ ഒരു മൃഗത്തെ നോക്കിയിട്ട് ഈ മൃഗം ഉലൂഹിയത്താണ്, അല്ലെങ്കിൽ ആ മൃഗം ഉലൂഹിയത്താണ്, ഇത് ഉലൂഹിയത്താണ്, ഔ നഹ്വഹ, അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ പറഞ്ഞാൽ കാനത്ത് നദറൻ, അത് നേർച്ച തന്നെയാണ്. അപ്പൊ വസാല മുൽക്കുവാനു, അവന്റെ ഉടമാവകാശം ആ മൃഗത്തെ തൊട്ട് നീങ്ങി വിമുജറദി തഈനി, ഈ മൃഗം ഉലൂഹിയത്താണ് എന്ന് പറയലോടെ തന്നെ അവിടെ നേർച്ച എന്ന വാക്ക് ഉച്ചരിക്കണം എന്നില്ല എന്നാണ് ഇമാമുകൾ രേഖപ്പെടുത്തുന്നത്. ഇങ്ങനെ നേർച്ചയാക്കിയാൽ
അത് യഥാർത്ഥ ഉലുഹിയത്തറുക്കാൻ പറ്റാത്ത വിധമുള്ള അയബുകളുള്ളതോ പ്രായം തികയാത്ത മൃഗമോ ആണെങ്കിൽ പോലും ഒരു നിശ്ചിത മൃഗത്തെ നോക്കിയിട്ട് ഈ മൃഗത്തെ ഞാൻ ഉലുഹിയത്തറുക്കാൻ നേർച്ച ആക്കി എന്നോ ഇത് ഉലുഹിയത്താണ് എന്നോ ഇതിനെ ഉലുഹിയത്താക്കി എന്നോ ഇതുപോലുള്ള പദങ്ങൾ പറഞ്ഞാൽ ആ പദം പറയലോടുകൂടെ തന്നെ അത് വാജിബത്തായി, നേർച്ചയുടെ വിധിയിലായി. തൊട്ടടുത്ത പെരുന്നാൾ ദിവസത്തിൽ തന്നെ, തൊട്ടടുത്ത ഉലുഹിയത്തറുക്കാവുന്ന ടൈമിൽ തന്നെ അവൻ അതിനെ അറുക്കണം. പിന്നീട് പ്രായമാകാനൊന്നും ചിന്തിക്കാൻ പാടില്ല. ഉദാഹരണം 10 മാസമായ മൃഗത്തെയാണ് ഇപ്പോൾ നിർച്ചയാക്കുന്നത്. അപ്പൊ ഈ പെരുന്നാൾക്ക് 1 വയസ്സല്ലേ ആവുള്ളൂ, അടുത്ത കൊല്ലത്തെ പെരുന്നാൾക്ക് 2 വയസ്സാകട്ടെ എന്ന് പറഞ്ഞ് ചിന്തിക്കാൻ പാടില്ല. ലസിമഹൂദുവാഫിൽ വക്തി, ഒന്നാമത്തെ ടൈമിൽ തന്നെ അറുക്കൽ നിർബന്ധമാണ്. ഉലുഹിയത്ത് പോലെ അതിനെ വിതരണം ചെയ്യലും നിർബന്ധമാണ്. അവിടെ പ്രായം തികഞ്ഞിട്ടില്ലല്ലോ, അയബുണ്ടല്ലോ എന്നൊന്നും നോക്കാൻ പാടില്ല. അടുത്ത സന്ദർഭത്തിൽ തന്നെ അറുക്കണം. പിന്തിച്ചാൽ അവൻ കുറ്റക്കാരനാകും എന്നാകുന്നു നിയമം. അടുത്ത പെരുന്നാൾക്ക് പിന്തിക്കാൻ പാടില്ല. ഇതാണ് നേർച്ചയുടെ വിധി. അപ്പോൾ ആദ്യത്തെ പെരുന്നാൾ തന്നെ അറുക്കൽ നിർബന്ധമാകും. പൊതുവെ പ്രത്യേകം കാരണം ഇവിടെ നിയ്യത്തിനല്ല സ്ഥാനം. ഞാൻ ഇതിനെ ഉലുഹിയത്താക്കി എന്ന് പറഞ്ഞപ്പോ സുന്നത്തായ ഉലുഹിയത്താണ് അവന്റെ മനസ്സിൽ കരുതിയത് എന്ന് പറഞ്ഞിട്ട് ഫലമില്ല. ഇതിനെ ഞാൻ ഉലുഹിയത്താക്കി എന്നോ ഇത് ഉലുഹിയത്താണ് എന്നോ പറഞ്ഞാൽ ഇതിനെ ഞാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞതുപോലെ തന്നെ അത് ഫർള് വാജിബാകും, അത് നിർബന്ധമാകും. നിർബന്ധമായാൽ പിന്നെ മനസ്സിൽ ഞാൻ നിയ്യത്ത് വെച്ചത് സുന്നത്തായിരുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് ഫലം ഇല്ല. തുഹ്ഫ 9/413 പക്ഷെ ഇമാം അസ്റഈ റളിയല്ലാഹു തആലാനും മറ്റു ചില ആളുകളും സാധാരണക്കാർ അത്രയൊന്നും ചിന്തിക്കാതെ ഇത് ഞാൻ ഉലുഹിയത്താണ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇതിനെ ഞാൻ ഉലുഹിയത്താക്കി എന്ന് പറഞ്ഞപ്പോ സുന്നത്തെ ഉദ്ദേശിച്ചിരുന്നുള്ളൂ എങ്കിൽ അത് സുന്നത്ത് തന്നെ ആകൂ, അത് നേർച്ചയുടെ വിധിയിൽ വരില്ല എന്ന് തുഹ്ഫ 9/413 പേജിൽ ഫത്തുൽ മീലുവൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഏതായാലും നേർച്ചയാക്കിയാലും മേൽ വാചകങ്ങൾ ഉദ്ധരിച്ചാലും ഉപയോഗിച്ചാലും മൃഗം ഉലുഹിയത്ത് നിർബന്ധമാകും. നിർബന്ധമായ ഉലുഹിയത്തിനും സുന്നത്തായ ഉലുഹിയത്തിനും 2 വിധികളാകുന്നു. ആദ്യം നിർബന്ധമായ ഉലുഹിയത്തിന്റെ ഇത് തന്നെ ഒരല്പം പറയാം. ഒരാൾ ഒരു മൃഗത്തെ നേർച്ചയാക്കിയതിന് ശേഷം ഫൈൻ തരിഫത്ത് അത് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അത് ലല്ലത്ത് അത് നഷ്ടപ്പെട്ടു പറഞ്ഞാൽ നശിച്ചുപോയി, അല്ലെങ്കിൽ അത് എങ്ങനെയോ ചാടിപ്പോയി, അല്ലെങ്കിൽ അത് കട്ടുകൊണ്ടുപോയി. ഇവന്റെ വീഴ്ചയൊന്നുമില്ല, എന്നാ ഒന്നും ഇനി നിർബന്ധമല്ല. നേർച്ചയാക്കിയ മൃഗം ഇവന്റെ വീഴ്ച കൂടാതെ ചാവുകയോ അല്ലെങ്കിൽ ആരെങ്കിലും കട്ടുകൊണ്ടു പോവുകയോ കയറെടുത്ത് പോവുകയോ ഒക്കെ ചെയ്താൽ ഫലാശയ്യാലെയോ അവന്റെ മേൽ നിർബന്ധമില്ല. വറായൽസംഹൂദബൂ ബദലിഹ, പകരം വേറെ അറുക്കലും അവന്റെ മേൽ നിർബന്ധമില്ല. എന്നു മാത്രമല്ല അതിനെ അന്വേഷിച്ച് നടക്കാൻ ചെലവുണ്ടെങ്കിൽ അന്വേഷിക്കൽ പോലും നിർബന്ധമില്ല. തുഹ്ഫ 9/415 ചെലവില്ലാതെ തന്നെ ചെറിയ ചെലവ് കൊണ്ട് തന്നെ അന്വേഷിക്കാൻ കഴിയുമെങ്കിൽ അന്വേഷിച്ച് പിടിക്കണം, അല്ലെങ്കിൽ അന്വേഷിക്കേണ്ടതില്ല. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, അവന്റെ വീഴ്ച കൊണ്ടാണ് നശിച്ചത്, അല്ലെങ്കിൽ അവനാണ് നശിപ്പിച്ചത്, അല്ലെങ്കിൽ അവന്റെ അശ്രദ്ധ കൊണ്ടാണ്, അല്ലെങ്കിൽ അറുക്കേണ്ട സമയത്ത് അറുക്കാതെ പിന്തിപ്പിച്ചത് കൊണ്ടാണ് അറുത്തത്, എന്നാൽ അവൻ ഉത്തരവാദിയാണ്, പകരം അറുക്കൽ നിർബന്ധവുമാണ്. ഇനി ശ്രദ്ധിക്കുക, നേർച്ചയാക്കിയ മൃഗത്തെ തൊട്ടടുത്ത പെരുന്നാൾക്ക് തന്നെ അറുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അറുക്കാൻ നോക്കുമ്പം ആ മൃഗം പോയിട്ടുണ്ട്, അല്ലെങ്കിൽ കട്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ മൃഗം ഓടിപ്പോയിട്ടുണ്ട്, കിട്ടിയില്ല. കുറച്ച് ദിവസങ്ങൾ അറവിന്റെ ടൈമൊക്കെ കഴിഞ്ഞു, ദുൽഹിജ്ജ 16 17 ഒക്കെയാണ് പിന്നെ കിട്ടിയത്. എന്നാൽ അദാഇന്റെ ടൈം കഴിഞ്ഞു, ഖളാ ആയി, പക്ഷെ ഉടനെ തന്നെ അറുക്കണം, പിന്തിക്കാൻ പാടില്ല. ഉലുഹിയത്ത് പോലെ അവൻ അതിനെ വിതരണം ചെയ്യുകയും വേണം. അപ്പൊ ഉലുഹിയത്തിന്റെ ടൈം നമ്മൾ നാളെ പറഞ്ഞു, പെരുന്നാൾ ദിവസത്തിന്റെ സൂര്യോദയം കഴിഞ്ഞതിന്റെ ശേഷം, അല്ലെങ്കിൽ അഫ്ളലാണെങ്കിൽ സൂര്യൻ ഉദിച്ചൊരൽപ്പം പൊങ്ങിയതിന്റെ ശേഷം, 2 റക്അത്ത് നിസ്കരിക്കാൻ 2 ഖുതുബക്കുള്ള ടൈം കഴിഞ്ഞതിന്റെ ശേഷമാണ് സമയം തുടങ്ങുക. ദുൽഹിജ്ജ 13 മഗ്രിബ് വരാനും ടൈം എന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ മൃഗത്തെ കിട്ടുന്നത്. എന്നാൽ അതാ ആ ടൈമിൽ അറുക്കാൻ സാധിച്ചില്ല എന്ന് കരുതി ഇനി അറുക്കാതിരിക്കരുത്. എത്രയും പെട്ടെന്ന് ഉടൻ അതിനെ അറുക്കുകയും ഉലുഹിയത്തിന്റെ അതേ മസ്രിഫിൽ അതിനെ വിതരണം ചെയ്യുകയും നിർബന്ധമാണ്. ബഹുമാനപ്പെട്ട ഷെർവാനി വാള്യം 9 415 പേജിൽ ഈ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാം, നേർച്ച മൃഗം തൊട്ടടുത്ത പെരുന്നാൾ ദിവസങ്ങളിൽ തന്നെ അറുക്കണം എന്ന് പറഞ്ഞല്ലോ. ഇനി അതിന്റെ മുമ്പ്
അതിന്റെ മുമ്പ് നശിക്കാൻ പോകുന്നതായി ഒരാൾക്ക് അറിഞ്ഞു. പടച്ചോനെ, ഇതാ പെരുന്നാൾ വരെ നിൽക്കൂലല്ലോ എന്ന്. എന്നാ ഉടൻ അതിനെ അറുക്കണം. എന്നിട്ട് ഉളുഹിയ്യത്ത് വിതരണം ചെയ്യപ്പെടേണ്ട അതേ വിധം അതിനെ വിതരണം ചെയ്യുകയും വേണം. പിന്നെ യഥാർത്ഥ സമയം വരുമ്പോൾ പകരമായി ഒന്നും അവൻ ചെയ്യേണ്ടതുമില്ല. ഉദാഹരണം, ഈ വർഷം ഈ 2016 അടുത്ത പെരുന്നാൾ വരെ കാത്തിരിക്കാൻ പറ്റാത്ത വിധം നേർച്ചയാക്കിയ മൃഗത്തിന് എന്തെങ്കിലും ഒരു വിഷമം വന്നു, എന്നാൽ ഇപ്പൊ അതിനറക്കണം. ഇന്ന് ദുൽഖഅദ് ആകുന്നേ ഉള്ളൂ, ഇപ്പൊ ഇതിനറക്കണം. ഒരു മാസവും 10 ദിവസവും പെരുന്നാൾക്കുണ്ട്, കാത്തിരിക്കരുത്, ഇപ്പൊ തന്നെ അറക്കണം. പക്ഷെ അങ്ങനെ അറുത്തതിന്റെ ശേഷം പിന്നെ ആ പെരുന്നാൾക്ക് പകരമായി അവൻ എന്തെങ്കിലും ചെയ്യണോ? ഒന്നും വേണ്ട. പക്ഷെ ഇപ്പം അവൻ അറുക്കൽ നിർബന്ധമായിട്ടും അവൻ അറുക്കാതെ കാത്തിരുന്നു. അങ്ങനെ അത് നഷ്ടപ്പെട്ടു. അങ്ങനെ നഷ്ടപ്പെട്ട കാരണം അവന്റെ വീഴ്ചയാണ് അതിന്റെ കാരണം. എന്നാൽ അതിന് അടുത്ത പെരുന്നാൾക്ക് പകരമായി മറ്റൊന്നറുക്കൽ നിർബന്ധവുമാകും. ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകം തുഴഫയിൽ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, നിർബന്ധമായ ഉളുഹിയ്യത്ത് എന്നാൽ നേർച്ച എന്ന വാക്ക് ഉപയോഗിക്കണം എന്നില്ല. അവൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാലും ഇതിനെ ഉളുഹിയ്യത്താക്കി എന്ന് പറഞ്ഞാലും ഇത് ഉളുഹിയ്യത്താണെന്ന് പറഞ്ഞാലും ഒരു മൃഗത്തെ നോക്കി പറഞ്ഞാൽ അതോടുകൂടെ അത് നേർച്ചയെ പോലെ തന്നെയായി. അസ്റായി ഇമാമിനും താബിയങ്ങൾക്കും മാത്രമാണ് ഇതിൽ എതിരഭിപ്രായ വ്യത്യാസമുള്ളത്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടൊക്കെ പറയാം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിർബന്ധമായാൽ നല്ലവണ്ണം ശ്രദ്ധിക്കണം. നിർബന്ധമായാൽ നേർച്ചയാണെങ്കിലും അല്ലാതെ നിർബന്ധമായതാണെങ്കിലും അതിനെ അറുക്കുന്നിടത്തും വിതരണം ചെയ്യുന്നിടത്തും പ്രത്യേകമായ ചില നിയമങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അടുത്തതായി നിർബന്ധമായ ഉളുഹിയ്യത്തും സുന്നത്തായ ഉളുഹിയ്യത്തും തമ്മിൽ വിതരണത്തിലും മറ്റുമുള്ള വ്യത്യാസങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. നിർബന്ധമായ ഉളുഹിയ്യത്താണെങ്കിൽ ഫുള്ളായിട്ടും സാധുക്കൾക്ക് തന്നെ ദാനം ചെയ്യൽ നിർബന്ധമാണ്. നിർബന്ധമായ ഉളുഹിയ്യത്തിൽ നിന്ന് നേർച്ചയാക്കിയവനോ അവന് ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കോ ഒരൽപ്പം പോലും ഭക്ഷണം കഴിക്കാനേ പാടില്ല. അഥവാ അവനോ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരോ അല്പമെങ്കിലും ഭക്ഷിച്ചാൽ അതിന് പകരം വാങ്ങിക്കൊടുക്കൽ നിർബന്ധമാണ് എന്ന് ഷെർവാനി 9-ാം വാള്യം 421-ാമത്തെ പേജിലുണ്ട്. അവൻ തിന്നരുത്, അവന് ചെലവ് കൊടുക്കൽ നിർബന്ധമായവർ തിന്നരുത്. അവന് ചെലവ് കൊടുക്കൽ നിർബന്ധമില്ലാത്ത അവന്റെ അനുജന്മാരോ ജ്യേഷ്ഠന്മാരോ പെങ്ങന്മാരോ അളിയന്മാരോ മറ്റോ തിന്നുന്നതിന് കുഴപ്പമില്ല. അതുപോലെ തന്നെ കഴിവുള്ളവർക്ക് നേർച്ച മൃഗത്തിൽ നിന്ന് ഒന്നും കൊടുക്കരുത് എന്നാണ് നിയമം. നേർച്ച മൃഗത്തിൽ നിന്ന് കഴിവുള്ള അഗ്നിയാവിന് ഒന്നും കൊടുക്കരുത്. അതുപോലെ തന്നെ തോല് അടക്കം എല്ലാ വസ്തുക്കളും ദാനം തന്നെ ചെയ്യൽ നിർബന്ധമാകുന്നു. നേരെ മറിച്ച് സുന്നത്താണെങ്കിൽ കഴിവുള്ളവർക്കും സാധുക്കൾക്കും എല്ലാം കൊടുക്കാം. അവനും അവന്റെ ആശ്രിതർക്കും കുടുംബങ്ങൾക്കും ഒക്കെ അത് തിന്നാം. സുന്നത്തായ സാദാ ഉളുഹിയ്യത്താണെങ്കിൽ നിർബന്ധമുള്ളത് ഒരൽപ്പമെങ്കിലും വേവിക്കാതെ മുസ്ലിമീങ്ങളിൽ അല്പ ആൾക്കെങ്കിലും കൊടുക്കുക എന്നുള്ളത് മാത്രമേ നിർബന്ധമുള്ളൂ. പക്ഷെ ഒരു കാരണവശാലും കഴിവുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഇത് അവർക്ക് ഉടമയാക്കി കൊടുക്കാൻ പാടില്ല. കഴിവുള്ളവർക്ക് കൊടുക്കാൻ തീർച്ചയായും സുന്നത്തായ ഉളുഹിയ്യത്ത് എന്ന് പറഞ്ഞല്ലോ, അത് അവർക്ക് മിൽക്കാക്കി കൊടുക്കുക എന്ന ഉദ്ദേശപ്രകാരം പാടില്ല. അപ്പം അവർക്കത് വിൽക്കാനോ മറ്റോ പാടില്ല. ഒരു ഹദിയ എന്നുള്ള നിലക്ക് കൊടുക്കല്ലാതെ ഒരു കാരണവശാലും മിൽക്കാക്കി കൊടുക്കുക എന്നുള്ള നിലക്ക് പാടില്ലെന്ന് തുഴഫ 9-422-ാമത്തെ പേജിൽ കാണാം. അപ്പൊ ആ കഴിവുള്ളവർക്ക് അത് സുന്നത്തായ ഉളുഹിയ്യത്തിൽ നിന്ന് നാം കഴിവുള്ളവർക്ക് കൊടുത്താൽ അവർക്കത് തിന്നാം. അവർക്കത് മറ്റുള്ളവർക്ക് സദഖ കൊടുക്കാം, മറ്റുള്ള അതിഥികൾക്ക് ഭക്ഷണം കഴിക്കാം. ആ കൊടുക്കുമ്പോൾ കഴിവുള്ളവർക്കും കഴിവില്ലാത്തവർക്കും ഒക്കെ കൊടുക്കാം. അതൊക്കെ പറ്റും. തുഴഫ 9-521 വിൽക്കാൻ പാടില്ല എന്നർത്ഥം. അപ്പൊ സുന്നത്തായ ഉളുഹിയ്യത്താണെങ്കിൽ തനിക്കോ താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കോ തിന്നാൻ പറ്റില്ലെന്ന് പറഞ്ഞല്ലോ. അപ്പൊ മറ്റുള്ളവർക്ക് അറുത്തതിന്റെ ശേഷം അല്പമെങ്കിലും പച്ചയായിട്ട് മാംസം എന്ന് പറയപ്പെടാവുന്നത് ദാനം ചെയ്യുക എന്നതേ നിർബന്ധമുള്ളൂ. തോല് മാത്രം ദാനം ചെയ്താൽ പോരാ, കരള് മാത്രം ദാനം ചെയ്താൽ പോരാ, പാട മാത്രം ദാനം ചെയ്താൽ പോരാ, മാംസം തന്നെ വേണം. ഏറ്റവും നല്ലത് ഒരല്പ ഭാഗങ്ങൾ മാത്രം എടുത്ത് അത് തന്നെ അതിന്റെ കരള് ഭാഗമാകലാണ് നല്ലത്. ബാക്കി എല്ലാം ദാനം ചെയ്യലാകുന്നു ഏറ്റവും അഫ്ളലായ ഒന്നാമത്തെ രൂപം. ബറക്കത്തിന് വേണ്ടി കരളിന്റെ ഒരു അല്പഭാഗം എടുക്കുക, ബാക്കി മുഴുവനും അവൻ ധർമ്മം ചെയ്യുക. ഇതാണ് ഏറ്റവും ഒന്നാം സ്ഥാനം. രണ്ടാം സ്ഥാനം ആകെ മാംസത്തിന്റെ 1/3 എടുത്ത് 2 ഭാഗം സദഖ കൊടുക്കുക. മൂന്നാം സ്ഥാനം 1/3 അവൻ എടുക്കുക,
മൂന്നിലൊന്ന് സാധുക്കൾക്ക് ദാനം ചെയ്യുക, മൂന്നിലൊന്ന് ഹദിയയായിട്ട് എല്ലാവർക്കും കൂടി കൊടുക്കുക. അങ്ങനെ പറ്റും. ഇനി ഒരു കാര്യം, സുന്നത്തായ ഉളുഹിയ്യത്തിന്റെ പോലെ മൂന്നാലൊരു കാര്യം അവന് ആകാം. ഏറ്റവും നല്ലത് ദാനം കൊടുക്കുക, അല്ലെങ്കിൽ അവന് അതുകൊണ്ട് ഉപകാരം എടുക്കാം. 3, മറ്റുള്ളവർക്ക് വായ്പ കൊടുക്കാം. 3 പറ്റും. ഇനി സുന്നത്തായ ഉളുഹിയ്യത്താണ് ഈ പറയുന്നതൊക്കെ. ആ തോല് കൊണ്ടും കൊമ്പ് കൊണ്ടൊന്നും പറ്റാത്ത 3 കാര്യം. 1, അവനോ അവന്റെ വാരിസീങ്ങളോ തോലോ കൊമ്പോ മാംസോ ഒന്നും വിൽക്കൽ ഹറാമാകുന്നു. 2, കൂലിക്ക് അഥവാ വാടകയ്ക്ക് എന്തിന്റെ ആവശ്യത്തിന് കൂലിക്ക് കൊടുക്കലും ഹറാമാകുന്നു. അറുത്തവർക്ക് കൂലിയായി കൊമ്പോ മാംസമോ തോലോ എന്തും കൂലിയായി നൽകൽ ഹറാമുമാകുന്നു. തുഹഫ 9-ാം വാല്യം 424-ാമത്തെ പേജിലുണ്ട്. ചുരുക്കത്തിൽ നിർബന്ധമായതിൽ നിന്ന് മാലിക്ക് ഉടമയോ അവന്റെ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരോ ഒന്നും തിന്നാൻ പാടില്ല എന്നാകുന്നു നിയമം. സുന്നത്താണെങ്കിൽ അത് തിന്നാം. മറ്റൊരു കാര്യം, ഒരു നിലക്കും ഉളുഹിയ്യത്തിൽ നിന്ന് കാഫിർ ഭക്ഷിക്കാൻ പാടില്ല. മുസ്ലിം അല്ലാത്ത ആള്, അത് നിർബന്ധമായ ഉളുഹിയ്യത്താണെങ്കിലും സുന്നത്തായ ഉളുഹിയ്യത്താണെങ്കിലും വേവിച്ചതാണെങ്കിലും വേവിക്കുന്നതിന്റെ മുമ്പാണെങ്കിലും സാധുവാണെങ്കിലും കഴിവുള്ളവനാണെങ്കിലും അത് എനിക്ക് മറ്റൊരാൾ ഉളുഹിയ്യത്തിന്റെ മാംസം തന്നത് ഞാൻ എൻ്റെ വീട്ടിൽ ഭക്ഷണമാക്കി തിന്നുന്ന നേരത്ത് എൻ്റെ അയൽവാസിയായ ആ മുസ്ലിം കടന്നു വന്നതാണ്, അപ്പം സൽക്കാരമാണ് എന്ന് പോലും ഒരു കാരണവശാലും ഉളുഹിയ്യത്തിൽ നിന്ന് ആ മുസ്ലിമിന് കൊടുക്കാനേ പാടില്ല. ഇവിടെ വേവിച്ചതോ പച്ചയോ കഴിവുള്ളവനോ കഴിവില്ലാത്തവനോ ഉടമയോ കിട്ടിയവനോ ആരും ഒരു നിലക്കും ആ മുസ്ലിങ്ങൾക്ക് കൊടുക്കാവതേ അല്ല. അമുസ്ലിമീങ്ങൾക്ക് ഉളുഹിയ്യത്തിന്റെ മാംസത്തിൽ നിന്ന് ഒരു നിലക്കും ഒരു ഭാഗവും അനുവദനീയമേ അല്ല എന്ന് ബഹുമാനപ്പെട്ട തുഹഫ 9-423 മറ്റും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒന്നിലേറെ പേർ ഷെയറായി മൃഗം വാങ്ങി ഉളുഹിയ്യത്ത് അറുക്കുമ്പോൾ ഓരോരുത്തരുടെയും വിഹിതത്തിൽ നിന്നു തന്നെ ദാനം ചെയ്യൽ നിർബന്ധമാണ്. ഉളുഹിയ്യത്തിൽ നിന്ന് സുന്നത്തായ ഉളുഹിയ്യത്താണെങ്കിൽ ഒരു സുന്നത്തായ ഉളുഹിയ്യത്താണെങ്കിലും അല്പെങ്കിലും ദാനം ചെയ്യൽ നിർബന്ധമാണെന്ന് പറഞ്ഞല്ലോ. അത് ഓരോരുത്തരുടെ വിഹിതത്തിൽ നിന്നും വേണം. 7 ആള് കൂടിയിട്ട് ഒരു മൃഗത്തെ ഷെയറായി ഉളുഹിയ്യത്ത് അറുത്തു. അങ്ങനെ 7 ഭാഗമാക്കി ഓരോരുത്തർക്കും 7-1 എടുത്തു. അതിൽ ഒരാൾ പറഞ്ഞു, ദാനം ചെയ്യലൊക്കെ ഞാൻ നടത്തിക്കോളാം, നിങ്ങളുടെ ഓരോ വിഹിതം നിങ്ങൾ വീട്ടിൽ കൊണ്ടേക്കോളി എന്ന് പറഞ്ഞാൽ പോരാ, ഓരോരുത്തരുടെ വിഹിതത്തിൽ നിന്നും കൊടുക്കൽ നിർബന്ധമാണ്. ഇത് വേറെ വേറെ തന്നെ ഓരോരുത്തരും വേർതിരിച്ചു കൊടുക്കണം എന്നൊന്നുമില്ല. ഉദാഹരണമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ എന്താ ഉണ്ടാകാറുള്ളത്, 7 പേർ കൂടിയിട്ട് ഒരു മൃഗത്തെ ഷെയറായി ഉളുഹിയ്യത്ത് അറുക്കുന്നു. അറുത്തതിന്റെ ശേഷം ആകെ മാംസത്തെ 3 ഭാഗമാക്കി ഒരു ഭാഗം അവരെടുക്കുന്നു. ആ ഒരു ഭാഗം കൊണ്ട് 7 ആളും കൂടി വിഹിതം വെച്ചിട്ട് എടുക്കും. എന്നിട്ട് ആകെയുള്ള മാംസത്തിന് 1/3 എടുത്തു. ഇനി 2/3 ഭാഗം അത് മുഴുവനുമായിട്ട് ദാനം ചെയ്യും. അപ്പൊ ആ ഉള്ള 2 ഭാഗത്തിലും ഈ 7-ൽ ഓരോരുത്തരുടെയും വിഹിതമുണ്ട്. അപ്പൊ ഓരോരുത്തരുടെയും വിഹിതം ദാനം ചെയ്യലായി. അത് മതി. ബഹുമാനപ്പെട്ട ഷാലിയാത്തി അതുപോലെയുള്ള നമ്മുടെ ഉസ്താദുമാരൊക്കെ ഈ കാര്യങ്ങൾ പ്രത്യേകം വിവരിച്ചു തന്നിട്ടുണ്ട്. അത് അനുവദനീയമാണ്. ഉളുഹിയ്യത്ത് മൃഗത്തിന്റെ പാല് വരെ ഉപയോഗിക്കാതിരിക്കലാണ് നല്ലതെന്ന് തുഹഫ 9-ാം വാല്യം 425-ാമത്തെ പേജിൽ കാണാം. ദരിദ്രരായ ആളുകൾക്ക് കിട്ടിയ ഉളുഹിയ്യത്തിന്റെ ഭാഗങ്ങൾ അവർക്ക് സ്വന്തം ഭക്ഷിക്കാം, മറ്റു മുസ്ലിമീങ്ങൾക്ക് വിൽപ്പന നടത്താം, മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കാം, അവരിലേക്ക് ഹദിയകളും കൊടുത്തയക്കാം. ഇവയെല്ലാം അനുവദനീയമാണ് ഫുഖറാക്കളായ ആളുകൾക്ക്. കഴിവുള്ള സക്കാത്തിന്റെ അവകാശികളല്ലാത്ത വിധം കഴിവുള്ള ആളുകൾക്കാണ് ഉടമ അവർക്കത് മിൽക്കാക്കി കൊടുക്കരുത് എന്നും അല്ലാത്ത നിലക്ക് കൊടുത്താൽ തന്നെ അവരത് വിൽക്കുകയോ മറ്റോ പാടില്ല എന്നും പറഞ്ഞത് കഴിവുള്ളവരെ സംബന്ധിച്ചിടത്തോളമാണ്. ഫുഖറാക്കൾക്ക് ഉളുഹിയ്യത്തിന്റെ മാംസത്തിൽ നിന്ന് കിട്ടിയത് അവർക്ക് സ്വന്തം തിന്നുകയോ മറ്റുള്ളവർക്ക് വിൽപ്പന നടത്തുകയോ മറ്റുള്ളവർക്ക് ദാനം കൊടുക്കുകയോ എല്ലാം അനുവദനീയമാകുന്നു. ദരിദ്രരായ ആളുകൾക്ക് കിട്ടിയ ഉളുഹിയ്യത്തിന്റെ ഭാഗങ്ങൾ അവർക്ക് സ്വന്തം ഭക്ഷിക്കാം, മറ്റു മുസ്ലിമീങ്ങൾക്ക് വിൽപ്പന നടത്താം, മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കാം, അവരിലേക്ക് ഹദിയകളും കൊടുത്തയക്കാം. ഇവയെല്ലാം അനുവദനീയമാണ് ഫുഖറാക്കളായ ആളുകൾക്ക്.
കഴിവുള്ള സക്കാത്തിന്റെ അവകാശികളല്ലാത്ത വിധം കഴിവുള്ള ആളുകൾക്കാണ് ഉടമ അവർക്കത് മിൽക്കാക്കി കൊടുക്കരുത് എന്നും അല്ലാത്ത നിലക്ക് കൊടുത്താൽ തന്നെ അവരത് വിൽക്കുകയോ മറ്റോ പാടില്ല എന്നും പറഞ്ഞത് കഴിവുള്ളവരെ സംബന്ധിച്ചിടത്തോളമാണ്. ഫുഖറാക്കൾക്ക് ഉളുഹിയത്തിന്റെ മാംസത്തിൽ നിന്ന് കിട്ടിയത് അവർക്ക് സ്വന്തം തിന്നുകയോ മറ്റുള്ളവർക്ക് വിൽപ്പന നടത്തുകയോ മറ്റുള്ളവർക്ക് ദാനം കൊടുക്കുകയോ എല്ലാം അനുവദനീയമാകുന്നു. ഉളുഹിയത്ത് നേർച്ചയാണെങ്കിൽ അറവിന്റെ ശേഷം 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ടെന്ന് അൽ ബറക്ക എന്ന കിതാബിന്റെ 411 പേജിൽ കാണാം. ബഹുമാന്യരായ അബൂ ബുർദ റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ ഖാലിദ് റളിയല്ലാഹു അൻഹു, ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു എന്നീ സ്വഹാബാക്കൾക്ക് പ്രായം തികയാത്ത മൃഗങ്ങളെ തന്നെ ഉളുഹിയത്ത് അറുക്കാൻ അള്ളാഹുവിന്റെ ഹബീബ് സമ്മതം കൊടുത്തിരുന്നു എന്നും ഇത് ആ നബിതങ്ങൾ സമ്മതം പ്രത്യേകമായി കൊടുത്ത ആ സ്വഹാബാക്കൾക്ക് മാത്രം ഖാസ്വായ പ്രത്യേകമായ നിയമമാണെന്നും ഇത് മറ്റൊരാൾക്കും അവലംബിക്കാൻ പാടില്ലെന്നും പ്രായം തികയാത്തതിനെ ഉളുഹിയത്തറുത്താൽ ഉളുഹിയത്താകയില്ല എന്നും ഇമാമുമാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ നിയമം അവർക്ക് മാത്രം ബാധകമാണ്. നബിതങ്ങൾക്ക് ചില വിഷയങ്ങളെ കൊണ്ട് ഹുക്കുമുകളെ കൊണ്ട് ഖാസ്വാക്കാം അനുവദനീയമാണെന്ന് ഉസൂൽ ഫിഖിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇവർക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. ബഹുമാനപ്പെട്ട ഫിഖിലെ ജമൽ 5-ാം വാള്യം 253 പേജിൽ ഈ കാര്യം പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്. വലാ തുളഹിയത ലിഅഹദിൻ അൻ ആഖറ, ഒരാൾക്കും മറ്റൊരാളെ തൊട്ട് ഉളുഹിയത്തറുക്കൽ അനുവദനീയമല്ല ബി ഗൈരി ഇദ്നിഹി, അയാളെ സമ്മതം കൂടാതെ. വലൗകാന മയ്യിത്തൻ, അത് മരണപ്പെട്ട ആളെ തൊട്ട് പകരമാണെങ്കിലും ശരി. അപ്പൊ ജീവിച്ചിരിപ്പുള്ള ഒരാളെ തൊട്ട് നമുക്ക് പകരമായി അറുക്കണോ അയാളെ സമ്മതം വേണം. മരണപ്പെട്ട ഒരാളെ തൊട്ട് പകരമായി ഉളുഹിയത്തെറുക്കണോ അയാളുടെ സമ്മതം മരിക്കുന്നതിന്റെ മുമ്പ് അയാൾ നൽകിയിരിക്കണം. അദ്ദേഹത്തിന്റെ വസിയത്തില്ലെങ്കിൽ മരിച്ചുപോയ ഒരാളെ തൊട്ട് നമുക്കൊരിക്കലും ഉളുഹിയത്ത് അറുക്കാവതല്ല. ജീവിച്ചിരിക്കുന്ന ഒരാളെ തൊട്ടും അയാളെ സമ്മതമില്ലെങ്കിൽ അറുക്കാവതല്ല. കുട്ടിയാണെങ്കിൽ കുട്ടിയെ തൊട്ട് ബാപ്പാക്കും വലിയപ്പക്കും ആ കുട്ടിയുടെ സമ്മതമില്ലെങ്കിലും സ്വന്തം മുതലിൽ നിന്ന് അറുക്കാം എന്ന് മുമ്പ് പറഞ്ഞു. ഈ വിഷയങ്ങൾ ജമൽ 5-ാം വാള്യം 261 പേജ്, ഖുർദി 2-ാം വാള്യം 300 പേജ്, ഖൽയൂബി 4-ാം വാള്യം 255 പേജിലും മറ്റും പറഞ്ഞിട്ടുണ്ട്. ഞാനിത് പ്രത്യേകം വിവരിക്കാൻ കാരണം മരണപ്പെട്ട ഉപ്പയെ തൊട്ട് മരണപ്പെട്ട വലിയുപ്പയെ തൊട്ടൊക്കെ ഉളുഹിയത്തറുക്കുന്ന ഒരു സമ്പ്രദായം സാധാരണ കാണാറുണ്ട്. അത് പറ്റില്ല. ഇത് ലക്ഷ്യമായിട്ട് പലരും എന്തൊക്കെയോ പറയാറുണ്ട്. കാരണം ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉളുഹിയത്തെറുത്തപ്പോൾ അല്ലാഹുമ്മ ഹാദാ അൻ മുഹമ്മദിൻ വഅൻ ഉമ്മത്തി മുഹമ്മദിൻ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിൽ മരണപ്പെട്ടവരും വരാനിരിക്കുന്നവരും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ സമ്മതമല്ലെങ്കിലും അറുക്കാമല്ലോ എന്ന് ചിലർ പറയാറുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പൊ മഹ്മൂലുൻ അലാ അന്നൽ മുറാദ തശ്രീഖു ഫി സവാബി, ഇത് പ്രതിഫലം അവർക്കും കൊടുക്കണേ എന്ന് മാത്രമാണ് പറഞ്ഞത്. ലാ ഫിൽ ഉളുഹിയത്തി, ഉളുഹിയത്തിൽ ഖുറാക്കലല്ല എന്ന് ജമൽ വാള്യം 5 255 പേജിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുമല്ല, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആടിൽ ഒരാളെയും കൂറാക്കാൻ പാടില്ല എന്നും മാടിലും ഒട്ടകത്തിലും 7 ആടുകളിൽ അധികം ആളുകളെ കൂറാക്കാൻ പാടില്ല എന്നുമുള്ള നിയമം. ഇവിടെ അൻ ഉമ്മത്തി മുഹമ്മദ് പറയുമ്പോൾ എത്രയോ ആളുകളുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇത് സവാദിലുള്ള തശ്രീഖാണ്, അല്ലാതെ നഫ്സുൽ ഉലൂഹിയത്തിലുള്ള തശ്രീഖ് അല്ല എന്ന് ജമൽ 5-ാം വാള്യം 255 പേജിലും മറ്റും പറഞ്ഞതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. അവസാനമായി ചില കാര്യങ്ങൾ കൂടി ഒന്നുകൂടെ ഓർമ്മയിൽപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട വിശുദ്ധമായ ഖുർആൻ ഫസ്വലി റബ്ബിക വൻഹർ എന്ന് പറഞ്ഞ സൂറത്തുൽ കൗസറിന്റെ 2-ാമത്തെ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് സ്വലാത്ത് കൊണ്ടുള്ള വിപക്ഷ പെരുന്നാൾ നിസ്കാരമാണെന്നും വൻഹർ എന്നുള്ളത് കൊണ്ടുള്ള വിപക്ഷ ഉളുഹിയത്തറുക്കലാണെന്നും ബഹുമാനപ്പെട്ട മുഹമ്മദ് മൊഹ്താജ് 4-ാം വാള്യം 282 പേജിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പല മുഫസ്സിരീങ്ങളും ഈ കാര്യം രേഖപ്പെടുത്തുന്നുണ്ട്. നോമ്പ് പോലെ തന്നെ സകാത്ത് പോലെ തന്നെ ഹിജറ 2-ാം വർഷമാണ് ഇത് ഫർളാക്കപ്പെട്ട ഈ ഉളുഹിയത്ത് ശറഅക്കപ്പെട്ടത് എന്ന് ജമൽ 5-ാം വാള്യം 250 പേജിൽ കാണാം. ഉലുഹിയത്ത്, ഇൽഹിയത്ത്, അൽഹത്ത്, ഇൽഹത്ത്, ലഹിയത്ത്, ലിഹിയത്ത് അങ്ങനെ 8 ലുഗത്തുണ്ടെന്ന് ജമൽ 5 250 അതിൽ പ്രധാനപ്പെട്ട 4 ലുഗത്താണ് പ്രസിദ്ധമെന്ന് മജ്മുഅ അഥവാ ഷറഹുൽ മുഹദ്ദബ് 7-ാം വാള്യം 275 കാണാം. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരേ ദിവസം 100 ഒട്ടകത്തെ ഉലുഹിയത്തറുത്തിട്ടുണ്ടെന്നും സ്വന്തം കൈകൊണ്ട് 63 കഴിഞ്ഞതിന്റെ ശേഷം ബാക്കി അറുക്കാൻ അലി ഇബ്നു അബി ത്വാലിബിനെ ഏൽപ്പിക്കുകയായിരുന്നു എന്ന് ജമൽ 5-ാം വാള്യം 253 പേജിൽ വിവരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂ സലമ റളിയല്ലാഹു അൻഹു, സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു ഇവരെല്ലാം
ദുൽഹിജ്ജ അവസാനം വരെ അറുക്കാം എന്ന് പറഞ്ഞവരാണ്. അഹമ്മദ് റളിയല്ലാഹു തആല അൻഹു, സഅദ് ഇബ്നു മുസൈബ് റളിയല്ലാഹു അൻഹു, റബിയ റളിയല്ലാഹു അൻഹു, ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ദാവൂദ് അൽ-ലാഹിരി എല്ലാം പറഞ്ഞ ഒരു പ്രത്യേക നിയമം ഓർമ്മിപ്പിക്കുന്നു. അതായത് നേരത്തെ പറഞ്ഞല്ലോ, ഉളുഹിയത്ത് അറുക്കാൻ ഉദ്ദേശിച്ചാൽ ദുൽഹിജ്ജ പിറന്നത് മുതൽ ഉളുഹിയത്ത് അറുക്കുന്നത് വരെ മുടിയോ രോമങ്ങളോ മറ്റോ ഒക്കെ എടുക്കൽ കറാഹത്താണ് എന്നാകുന്നു യഥാർത്ഥ നിയമം. തലയിൽ നിന്നായാലും താടിയിൽ നിന്നായാലും മീശയിൽ നിന്നായാലും കക്ഷത്തിൽ നിന്നായാലും ഗുഹ്യഭാഗത്തിൽ നിന്നായാലും രക്തമടക്കമുള്ള മറ്റുള്ളതൊക്കെ നയിക്കൽ കറാഹത്താണെന്നാണ് പ്രബലം. മുഗ്നി 5-ാം വാള്യം 283. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പണ്ഡിതന്മാർ അഹമ്മദ് ഇമാമു, സഅദ് ഇബ്നു മുസൈബ്, റബിയ റളിയല്ലാഹു അൻഹു, ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു, ദാവൂദുല്ലാഹി റളിയല്ലാഹു അൻഹു ഒക്കെ യഹ്റുമു അഖ്ദു ശാരി വൽ ളുഹ്രി, ശരീരത്തിൽ നിന്ന് രോമങ്ങളോ നഖങ്ങളോ ഒക്കെ ദുൽഹിജ്ജ 1 മുതൽ ഉളുഹിയത്ത് അറുക്കാൻ ഉദ്ദേശിച്ചവൻ നീക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷറൽ മുഅദ്ദബ് 8-ാം വാള്യം 285-ാമത്തെ പേജിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഒരാടിൽ 2 ആള് കൂറായാൽ ഒരിക്കലും പറ്റില്ല, 2 ആള് 2 ആടിൽ കൂറായി അറുത്താലും പറ്റില്ല എന്നും 14 ആള് 2 മാടിൽ കൂറായാൽ അതും പറ്റില്ല എന്നും ബഹുമാനപ്പെട്ട ജമല് വളരെ വ്യക്തമായി തന്നെ 5-ാം വാള്യം 255-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഒരിക്കലൂടെ ഓർമ്മപ്പെടുത്തണം. ഉളുഹിയത്ത് മാംസം മറ്റൊരു നാട്ടിലേക്ക് കൊടുത്തയക്കാൻ പറ്റുമോ? പറ്റില്ലേ? നിർബന്ധമായ ഉളുഹിയത്താണെങ്കിൽ അത് അറുത്ത നാട്ടിൽ തന്നെ സാധുക്കൾക്ക് മുഴുവനും വിതരണം ചെയ്യണം. മറ്റൊരു നാട്ടിലേക്ക് ഒന്നും കൊടുത്തയക്കപ്പെടാവതേ അല്ല എന്നാകുന്നു ശാഫിഈ മദ്ഹബ്. നേരെ മറിച്ച് സുന്നത്തായ ഉളുഹിയത്താണെങ്കിൽ അല്പമെങ്കിലും ദാനം ചെയ്യലേ നിർബന്ധമുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അത് ആ അറുത്ത നാട്ടിൽ തന്നെ ദാനം ചെയ്ത് ബാക്കിയുള്ളത് മറ്റു നാടുകളിലേക്ക് നീക്കം ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല. ബഹുമാനപ്പെട്ട ഷർവാനി 9-ാം വാള്യം ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു പതിവുണ്ട്. ആള് എവിടെയാണ്? മക്കയിലേക്ക് ഒരാളെ വക്കാലത്താക്കും അവിടെ ഉളുഹിയത്ത് അറുക്കാൻ. അത് അനുവദനീയമാണ്. മക്കയിൽ ഉള്ള ഒരാൾക്ക് നാട്ടിൽ ഉളുഹിയത്ത് പകരം അറുക്കാൻ ഒരാളെ പകരമാക്കലും അനുവദനീയമാണ്. കാശ് കൊടുത്തയച്ച് മറ്റൊരു നാട്ടിൽ അറുക്കാൻ വേണ്ടി വക്കാലത്താക്കലും ഒക്കെ അനുവദനീയമാണ്. ഇതെല്ലാം ഫതാവ ഖുർദി 81-ൽ കാണാം, ഇയാനുത്ത് താലിബീൻ 2-ാം വാള്യത്തിൽ കാണാം. ഇതെല്ലാം അനുവദനീയമാണ്. ഏതായാലും ഉളുഹിയത്ത് വാജിബാവട്ടെ സുന്നത്താവട്ടെ, അറുക്കുമ്പോൾ അവൻ പ്രത്യേകം പാലിക്കേണ്ട പ്രത്യേകം ചില സുന്നത്തുകളുണ്ട്. ചുരുക്കി ആ സുന്നത്തുകളും കൂടി വിവരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. 1-ാമത്തെ പ്രധാനപ്പെട്ട സുന്നത്ത്, ഉളുഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്നവൻ ആണാവട്ടെ പെണ്ണാവട്ടെ ദുൽഹിജ്ജ 1 ആയി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേക കാരണങ്ങളോ നിർബന്ധങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ അവന്റെ ഒരു രോമവും, അത് കക്ഷരോമമോ ഗുഹ്യരോമമോ തലമുടിയോ ഏത് രോമമോ അല്ലെങ്കിൽ നഖങ്ങളോ രക്തങ്ങളോ ഒന്നും നീക്കാതിരിക്കലാകുന്നു സുന്നത്ത്. ഉളുഹിയത്ത് അറുക്കുന്നത് വരെ നീക്കാതിരിക്കൽ സുന്നത്താണ്. അഥവാ നീക്കിയാൽ കറാഹത്താണ്, ഹറാമൊന്നുമില്ല. തുഹ്ഫ 9-ാം വാള്യം 403-ാമത്തെ പേജ് നോക്കുക. പ്രത്യേക ആവശ്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ പറ്റും, അല്ലെങ്കിൽ നീക്കരുത്. 2, പുരുഷനാണെങ്കിൽ അറിവുള്ളവനാണെങ്കിൽ സ്വന്തം തന്നെ അറുക്കണം. പെണ്ണോ ഹുൻസയോ അറിവ് വിവരം ഇല്ലാത്തവനോ ആണെങ്കിൽ അറിയുന്ന ഒരു പുരുഷനെ ഏൽപ്പിക്കുകയും അവിടെ അവൻ സന്നിധനാവുകയും ചെയ്യുക എന്നുള്ളത് സുന്നത്താകുന്നു. ഇമാം അല്ലാത്തവർ തന്റെ വീട്ടിൽ കുടുംബത്തിന്റെ സമക്ഷത്തിൽ നിന്ന് അറവ് നടത്തലാകുന്നു അഫ്ള് എന്ന് തുഹ്ഫ 9-405. 4-ാമത്തെ സുന്നത്ത് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലലും ഇന്ന സ്വലാത്തി വ നുസുകി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു ബിദാലിക ഉമിർതു വ അന മിനൽ മുസ്ലിമീൻ എന്ന് പറയലും സുന്നത്താണ്. 5-ാമത്തെ സുന്നത്ത് മൃഗത്തെ പടിഞ്ഞാറോട്ട് കിബിലയിലേക്ക് തിരിക്കണം. 6, അറുക്കുന്നവനും കിബിലയിലേക്ക് തിരിയണം. 7, 3 പ്രാവശ്യം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയണം. 8, പിന്നെ ബിസ്മി ചൊല്ലണം. 9, നബിയുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലണം. 10, ഈ ഉളുഹിയത്ത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവൻ പ്രത്യേകമായ പ്രാർത്ഥന നടത്തണം. 11, അറുക്കപ്പെടുന്ന ജീവിയെ കാണാതെ ആയുധം മൂർച്ച കൂട്ടൽ പ്രത്യേകം സുന്നത്താണ്. 12, ഒന്നിലേറെ ജീവികളെ അറുക്കുന്നുണ്ടെങ്കിൽ തമ്മിൽ കാണാത്ത വിധം മറയുടെ അപ്പുറത്തിൽ നിന്നാകണം അറുക്കേണ്ടത്. 13, ആടിനെയും മാടിനെയും അറുക്കുമ്പോൾ ഇടതുഭാഗത്തേക്ക് ചെരിച്ച് കടത്തി അറുക്കലാകുന്നു ഏറ്റവും അഫ്ള് എന്ന് കാണുന്നുണ്ട്. 14-ാമത്തെ സുന്നത്താണ് വലതു കാൽ ഒഴിവാക്കുകയും
ബാക്കി 3 കൈക്കാലുകളും കൂട്ടിക്കെട്ടുകയും ചെയ്യുക. ഇതാകുന്നു അഫ്ളല്. തുഴഫ 9325. രാത്രി അറുക്കൽ നല്ലതും അല്ല. ഇതൊക്കെ മിക്ക അറിവുകളിലും വരുന്നതാണ്. അധിക കാര്യങ്ങളും ഉളുഹിയത്തിൽ മാത്രമല്ല, ചില കാര്യങ്ങൾ സുന്നത്ത്. വെള്ളം കൊടുക്കൽ സുന്നത്താണ്. ഇതൊക്കെ പ്രത്യേകം സുന്നത്തുകളാണ്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ഉളുഹിയത്ത്. അവനവൻ സ്വന്തമായി അറുക്കാൻ കഴിയുമെങ്കിൽ ഒരാടിനെയെങ്കിലും അറുക്കാൻ ശ്രമിക്കുക. അതും കഴിയാത്തവൻ ഷെയർ കൂടി അറുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം നൽകുന്ന പുണ്യ അമലുകളാകുന്നു. അറിവില്ലാത്തത് ഉസ്താദുമാരോട് വേണ്ട വിധം ചോദിച്ച് മനസ്സിലാക്കി വേണ്ട വിധം ശ്രദ്ധിക്കണം. ഒറ്റ വാക്കിൽ പറഞ്ഞതാണ്. വല്ല തെറ്റുകളോ മറ്റുണ്ടെങ്കിൽ ഉണർത്തണം എന്ന വളരെ വിനയത്തോടെയുള്ള അപേക്ഷയോടുകൂടെ നിങ്ങളുടെ സഹോദരൻ PA മുഹമ്മദ് ബാക്കവി മുണ്ടമ്പറമ്പ് 9961 903 810.